ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ വത്തക്ക ജ്യൂസ് ആയിട്ടാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടേസ്റ്റി ജ്യൂസ് റെഡിയാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള ഒരു കഷ്ണം വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടും മിക്സർ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലയ്ക്ക തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇതാ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാല് ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ നോർമൽ പാല് ചേർത്താലും മതി. ഇനി ഇതിലോട്ടൊരു 1.5 ടീസ്പൂൺ കസ്കസ് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഇതുകൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കുറച്ച് വത്തക്ക കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള വത്തക്ക ജ്യൂസ് റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു വത്തക്ക ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടില്ല അല്ലേ. ഒരു തവണ നിങ്ങൾ ഈ ജ്യൂസിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ. ഈ ഒരു കടുത്ത വേനൽ ചൂടിലും പിന്നെ നോമ്പുതുറയ്ക്കൊക്കെ വളരെ ഹെൽപ്ഫുള്ളും ഹെൽത്തി ആവുന്ന ഒരു വാട്ടർമെലൺ ജ്യൂസാണിത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസ് പാല് ചേർക്കാതെ ഉണ്ടാക്കാം. പക്ഷേ പാല് ചേർത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി വത്തക്ക ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.